കുഞ്ഞുങ്ങളുടെ പാല് കൂടി നിർത്താൻ ശ്രമിക്കുമ്പോൾ 80% അമ്മമാരും നേരിടുന്ന ഒരു പ്രശ്നമാണ് അവർക്ക് കഠിനമായിട്ടുള്ള ബ്രസ്റ്റ് വേദനയും അതിനോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളുടെ മാനസികമായ ഒരു വിഷമം ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതും. അല്ലെ, കുഞ്ഞുങ്ങൾ വീണ്ടും വീണ്ടും പാല് വേണം എന്ന് പറഞ്ഞ് അമ്മയുടെ പുറകെ നടക്കുകയും അമ്മയ്ക്ക് അത് കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു മാനസിക വിഷമം എന്ന് പറയുന്നത് വളരെ വലുതാണ്. നിങ്ങളിൽ പലരും അതിലൂടെയുള്ള കടന്നു പോയിട്ടുണ്ടാവും. ഞാനും അതിലൂടെ കടന്നു പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു ദിവസം കുഞ്ഞുങ്ങളുടെ പാല് കൂടി നിർത്തുക എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ അമ്മയെയും മാനസികമായി തീരെ തളർത്താൻ പാകത്തിന് പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ എന്റെ ഒരു അനുഭവം ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്റെ കുഞ്ഞിനിപ്പോ 3 വയസ്സാണ്. കുഞ്ഞ് ജനിച്ച് ഒരു 36-ാമത്തെ ആഴ്ചയാണ് ആള് ജനിക്കുന്നത്. അപ്പൊ 36-ാമത്തെ ആഴ്ച ജനിച്ച് കുഞ്ഞൊരു 12 മണിക്കൂറിനുള്ളിൽ തന്നെ അപ്പൊ തന്നെ പാല് കുടിക്കണം എന്നായിരുന്നു അന്ന് എന്റെ കൂടെ ഹോസ്പിറ്റലിൽ പ്രസവത്തിനുണ്ടായിരുന്ന ഭൂരിഭാഗം കുഞ്ഞുങ്ങളും അപ്പൊ തന്നെ പാല് കുടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്റെ കുഞ്ഞു മാത്രം കണ്ടിന്യൂസ് ഉറക്കമായിരുന്നു. അവൾ നല്ല ഉറക്കമായിരുന്നു. അവള് പാല് കുടിക്കുന്നേ ഇല്ല. പാല് കുടിക്കാൻ എടുത്തു പിടിച്ചാലൊന്നും ഇവള് പാല് കുടിക്കുന്നില്ല. വാ പോലും തുറക്കുന്നില്ല എന്നുള്ളൊരവസ്ഥയായിരുന്നു. അപ്പോൾ 12 മണിക്കൂറോളം ഇവള് പാല് കുടിക്കാതിരുന്നു. അതിനുശേഷം ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അവർ ഒരു ഫോർമുല മിൽക്ക് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കുഞ്ഞിന് കണ്ടിന്യൂസ്ലി അപ്പൊ പിന്നീടൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പാൽ എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. പാലില്ലാത്തതിന്റെ കുറവ് കൊണ്ടിട്ടല്ല, പക്ഷെ കുഞ്ഞ് കുടിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമായിരുന്നു ഞാൻ അനുഭവപ്പെട്ടത്. അപ്പൊ കുഞ്ഞ് പിന്നെയും വീട്ടിൽ വന്നതിന് ശേഷം ഒന്നും പാല് കുടിക്കുന്നില്ല. ഞാൻ പല രീതിയിലും പല ശ്രമങ്ങളും ഞാൻ നടത്തി നോക്കി. പൊസിഷൻ മാറ്റി കുഞ്ഞിനെ കിടത്തി നോക്കി എങ്ങനെയാണ് പാല് കുടിക്കുക എന്നുള്ളത്. പക്ഷെ ഈ ഒരു ഘട്ടത്തിലൊന്നും കുഞ്ഞ് കൃത്യമായിട്ട് പാല് കുടിക്കുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരു 17 ദിവസം വരെ കുഞ്ഞ് പാല് കുടിക്കാതിരുന്നു. അപ്പോഴൊക്കെ ഞാൻ കൊടുക്കുന്നത് ഫോർമുല മിൽക്ക് തന്നെയായിരുന്നു ഞാൻ കണ്ടിന്യൂ ചെയ്ത് കൊടുത്തോണ്ടിരുന്നത്. അത് നല്ലോണം ആള് കുടിക്കുന്നുണ്ട്. ബോട്ടിൽ ഫീഡ് നന്നായിട്ട് ആള് കുടിക്കുന്നുണ്ട്, കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഒരു 17 ദിവസമൊക്കെ ആയ ടൈമില് ആൾക്ക് ലൂസ് മോഷൻ വരാൻ ആരംഭിച്ചു. അപ്പൊ ഇത് ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്കും പല ഡോക്ടർമാരും പല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. ചിലപ്പോൾ നമ്മളത് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ തെറ്റ് കാരണമൊക്കെ ആയിരിക്കാം ചിലപ്പോൾ കുഞ്ഞിന് ഇങ്ങനെയൊക്കെ സംഭവിക്കാതെ. അപ്പൊ അതിനുശേഷം ഞാനൊരു പീഡിയാട്രിക് ഡോക്ടറെ കണ്ടു. ട്രിവാൻഡ്രത്ത് തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പീഡിയാട്രിക് ഡോക്ടർ ആയിരുന്നു. പുള്ളിക്കാരനെ കണ്ടതിന് ശേഷം പുള്ളിക്കാരനെ കണ്ട അന്നത്തെ ദിവസം പുള്ളിക്കാരൻ പറഞ്ഞു തന്നു എങ്ങനെ വേണം കുഞ്ഞിന് പാല് കൊടുക്കാനെന്ന്. അപ്പൊ അങ്ങനെ പാല് കൊടുത്തതിലൂടെയാണ് അന്ന് ആ നിമിഷം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പുള്ളിയുടെ ക്ലിനിക്കിൽ വെച്ച് തന്നെ എന്റെ കുഞ്ഞ് കൃത്യമായിട്ട് പാല് കുടിക്കാൻ ആരംഭിച്ചു. അപ്പൊ അതിനുശേഷം എനിക്ക് കുഞ്ഞിന് ഫോർമുല മിൽക്ക് കൊടുക്കേണ്ടി വന്നിട്ടേ ഇല്ല. അതിനുശേഷം അവള് ഫോർമുല മിൽക്ക് കുടിച്ചിട്ടുമില്ല. ഏകദേശം ഒരു 2.5 വയസ്സ് വരെ ഞാൻ കുഞ്ഞിന് ഫീഡ് ചെയ്തു. ഈ ഒരു 2.5 വയസ്സ് വരെയും കുഞ്ഞു യാതൊരുവിധ ഫോർമുല മിൽക്കും കുടിച്ചിട്ടില്ല. പക്ഷെ ആൾക്ക് 6 മാസം തൊട്ട് തന്നെ ഞാൻ മറ്റു പല ഫുഡും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കുഞ്ഞിനെ ന്യൂട്രീഷൻ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് ഞാൻ കണ്ടിന്യൂസ്ലി പിന്നെയും ഞാൻ ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു 2.5 വയസ്സ് വരെ. അപ്പൊ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഓരോ അമ്മമാർക്കും ഓരോ ഐഡിയ ആണ്. അപ്പൊ എത്ര വയസ്സ് വരെ ഫീഡ് ചെയ്യണം എന്നുള്ളത് എനിക്ക് വർക്ക് ഫ്രം ഹോം ആയത് കൊണ്ടിട്ട് എനിക്ക് അത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ട് എനിക്ക് അതിന് തോന്നിയിട്ടില്ല. പല അമ്മമാർക്കും അങ്ങനെ ആയിരിക്കില്ല. ചിലപ്പോൾ അവർക്ക് 6 മാസത്തിൽ തന്നെ കുഞ്ഞിന് പാലുകൂടി നിർത്തണം എന്നുള്ളത് ഉണ്ടാവും. ചിലപ്പോൾ 1 വയസ്സ് വരെയോ ഒക്കെ ആയിട്ട് പാലുകൂടി നിർത്തേണ്ട സാഹചര്യങ്ങൾ പല അമ്മമാർക്കും ഉണ്ടാവും. അപ്പോൾ ഇത് പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം നിർത്തുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അത് തീർച്ചയായിട്ടും അമ്മയും കുഞ്ഞിനെയും സാരമായി തന്നെ ബാധിക്കും. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നത്? ഈ ഒരു പാലുകൂടി നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് നിർത്താനും കുഞ്ഞിനും അമ്മയ്ക്കും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ എങ്ങനെ ഇത് നിർത്താം എന്നുമൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എന്തുകൊണ്ടാണ് യാതൊരു ശാസ്ത്രീയമായ തെളിവുകളും ഇല്ലാത്ത പല കയ്പ് നീരുകൾ അല്ലെ, ചെന്നി നായകം അതുപോലെ വേപ്പിലയുടെ ചാറ് ഒക്കെ ഇത് ബ്രസ്റ്റ് തേച്ച് പിടിപ്പിച്ചിട്ട് കുഞ്ഞുങ്ങളുടെ പാലുകൂടി നിർത്താം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പല അമ്മമാരും ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ ഒരുപാട് അമ്മമാർ ചെയ്തിരുന്നു, ഒക്കെ ചെയ്യുന്നു. പക്ഷെ ഇത്തരത്തിൽ ഒറ്റ ദിവസം കൊണ്ട് കുഞ്ഞിനൊരു പാലുകൂടി നിർത്തുക എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. കുഞ്ഞിന് പാലെന്ന് പറയുന്നത് ഒരു ആഹാരം മാത്രമല്ല, അവന് അമ്മയോടുള്ള ഒരു ബോണ്ടിങ് കൂടെയാണ് അല്ലെ. അപ്പോൾ അത്രയും നാളും അവന് അമ്മയടുത്ത് നിന്ന് കിട്ടിയിരുന്ന സ്നേഹം, അമ്മയുടെ സാമീപ്യം ഒക്കെ ഒറ്റ ദിവസം പെട്ടെന്ന് ഇല്ലാതാവുമ്പോഴത്തേക്കും ആ ചെറിയൊരു കുഞ്ഞിന് അത് സഹിക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള യാതൊരു കയ്പുനീരോ ചെന്നിനായകമോ ഒന്നും നിങ്ങൾ ഉപയോഗിക്കാതെ തന്നെ നമുക്ക് കുഞ്ഞിന്റെ പാലുകൂടി മാറ്റിയെടുക്കാം. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ഞാൻ യാതൊരു വിധത്തിൽ, കാരണം എനിക്ക് വളരെ പേടിയായിരുന്നു. കാരണം ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നത് കുഞ്ഞിന്റെ ആരോഗ്യത്തിനെ ബാധിക്കുമോ എന്നൊക്കെയുള്ളത് എനിക്ക് വളരെ കൺസേൺ ഉള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഞാൻ ഇതൊന്നും ഉപയോഗിച്ചില്ല. ഞാൻ വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഫോളോ ചെയ്തു. ആദ്യത്തേത് ഗ്രാജുവൽ വീനിങ് ആണ്. അതായത് നമ്മുടെ കുഞ്ഞ് ചിലപ്പോൾ ദിവസത്തിൽ 1-ലേറെ തവണ, അതായത് 3-4 തവണ പാല് കുടിക്കുന്നവരായിരിക്കാം. ഞാനൊരു 1 വയസ്സൊക്കെ കഴിഞ്ഞ കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. അവർക്ക് മറ്റു ആഹാരത്തിന്റെ സപ്പോർട്ടോട് കൂടി തന്നെ
നമ്മൾ ചിലപ്പോൾ പാല് കൊടുക്കുന്നുമുണ്ടാവും. അപ്പൊ ഇത്തരത്തിൽ പാല് കുടിക്കുമ്പോൾ കുഞ്ഞിന് പല ഇത് ബെനിഫിറ്റും ഉണ്ട്. അതുപോലെ തന്നെ ശരിക്കും ഡോക്ടർമാർ പറയുന്നത് 1 വയസ്സിന് ശേഷം പ്രത്യേകിച്ച് ഈ പാലിൽ നിന്ന് കുഞ്ഞിന് കാര്യമായിട്ടുള്ള ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവുന്നില്ല എന്നതുമാണ്. അപ്പോൾ ഇത്തരത്തിൽ കുഞ്ഞിന് പാല് കുടി നിർത്തുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫ്രീക്വൻസി കുറയ്ക്കുക. നിങ്ങൾ ദിവസത്തിൽ ഒരു 5 പ്രാവശ്യം കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫ്രീക്വൻസി നിങ്ങൾ കുറയ്ക്കുക. തീരെ ചെറിയ കുഞ്ഞാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പാല് കൊടുക്കുന്നത് പയ്യെ കുറച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോർമുല മിൽക്ക് കൊടുക്കുക. നിങ്ങൾക്കറിയാമല്ലോ, 1.5 വയസ്സ് 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ഫോർമുല മിൽക്ക് കൂടെ നിങ്ങൾ കൊടുക്കുക. അപ്പൊ അത്തരത്തിൽ കുഞ്ഞിന് നമുക്ക് ഈ ഒരു വീനിങ് നമുക്ക് കറക്റ്റ് ആയിട്ട് നടത്തിക്കൊണ്ട് വരാൻ പറ്റും. പക്ഷേ വലിയ കുട്ടികളാണ്, അവർ ആഹാരം കഴിച്ചും തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ എന്നിട്ടും അവർ പാല് കൂടി നിർത്തുന്നില്ല എന്നുള്ളൊരു സാഹചര്യത്തിലാണ് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നത്. അതിന്റെ ഫ്രീക്വൻസി കുറച്ചിട്ട് ഇപ്പോൾ ഡെയിലി ഒരു 5 പ്രാവശ്യം കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ അത് പയ്യെ പയ്യെ ഒരു 3 പ്രാവശ്യമാക്കുക. അങ്ങനെ പയ്യെ പയ്യെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഡേ ടൈമിലെ ഫീഡിങ് നിങ്ങൾ അങ്ങ് നിർത്തുക. ഡേ ടൈമിലെ ഫീഡിങ് കുറയ്ക്കുമ്പോൾ രാത്രി മാത്രം, കുഞ്ഞുങ്ങൾക്ക് ഉറങ്ങാൻ സമയത്ത് തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾ പാല് കുടിച്ചിട്ടായിരിക്കും ഉറങ്ങുന്നത്. അപ്പൊ ഡേ ടൈമിലെ ഫീഡിങ് പയ്യെ ഒന്ന് കുറയ്ക്കിയത് നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല, ഘട്ടം ഘട്ടമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ചെയ്തതിന് ശേഷം നൈറ്റ് ടൈമിലെ ഫീഡിങ് നിങ്ങളങ്ങ് അതും സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ അത് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ വീട്ടിൽ മറ്റാരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ, ഹസ്ബൻഡ് ഉണ്ടാവും, അല്ലെങ്കിൽ അമ്മ ഉണ്ടാവും, അമ്മായി ഉണ്ടാവും, അങ്ങനെ പലരും ഉണ്ടാവും. കുഞ്ഞുങ്ങളുടെ രാത്രിത്തെ ഉറക്കം ഒന്ന് പയ്യെ ഇവരെ ആരെങ്കിലും കൊണ്ടൊന്ന് ഉറക്കി തുടങ്ങുക. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. എനിക്ക് UK ടൈം വർക്കിംഗ് ആയതുകൊണ്ടിട്ട് എൻ്റെ വർക്കിംഗ് ടൈം കുറച്ച് രാത്രിയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ആ തുടക്കത്തിലൊക്കെ എൻ്റെ കുഞ്ഞ് ഉറങ്ങാതെ ഇരിക്കുമായിരുന്നു. ഞാൻ വർക്ക് നിർത്തി വരുന്നത് വരെ എൻ്റെ കുഞ്ഞ് ഉറങ്ങാതെ ഇരിക്കുമായിരുന്നു പാല് കുടിച്ച് ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് അവൾക്കും എനിക്കും ഒക്കെ മാനസികമായിട്ട് വളരെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ പയ്യെ പയ്യെ എൻ്റെ ഹസ്ബൻഡ് ഇതിൽ പയ്യെ ഒന്ന് ഇൻവോൾവ് ആവുകയും പുള്ളിക്കാരൻ കുഞ്ഞിനെ ഉറക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കും രാത്രിത്തുള്ള ഫീഡിങ് അങ്ങ് നിന്നു. രാത്രിത്തെ ഫീഡിങ് നിന്നിട്ട് പുള്ളി തന്നെയാണ് ഉറക്കുന്നത്. പക്ഷെ അതേസമയം അവൾക്ക് ഉച്ചയ്ക്ക് ഒരു ഉറക്കമുണ്ട്. അപ്പൊ ഉച്ചയ്ക്കുള്ള സമയത്ത് അവൾ പാല് കുടിക്കുമായിരുന്നു. അതായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. പക്ഷെ പല അമ്മമാർക്കും പല രീതിയിലായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് രാത്രി മറ്റൊരാളെ കുഞ്ഞിനെ ഉറക്കാൻ ഏൽപ്പിക്കുന്നതിലൂടെ രാത്രിത്തുള്ള പാല് കൂടി നമുക്ക് പയ്യെ കുറയ്ക്കാൻ പറ്റും. അതിനോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് രാത്രിത്തെ ഫുഡ്, കുറുക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫുഡോ കൊടുത്തിട്ട് കുഞ്ഞിന്റെ വയറ് നല്ലോണം നിറയ്ക്കുക. അപ്പോൾ കുഞ്ഞ് ഇടയ്ക്ക് വിശന്നെണീക്കുന്ന ഒരു കാര്യം അവൻ നിർത്തും, അല്ലേ? കാരണം പിന്നെ വിശന്ന് എണീക്കുകയാണെങ്കിൽ അടുത്ത അമ്മയുണ്ട്, അപ്പൊ തന്നെ പാലിന് തപ്പി തപ്പി വരും. എൻ്റെ കുഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ നമ്മളത് കൊടുക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ നമ്മൾ എടുക്കുകയും ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ തിരിഞ്ഞു കിടക്കുകയും ഒക്കെ ചെയ്യും. അപ്പൊ കുറച്ചു നേരം ഒന്ന് ആൾ കരഞ്ഞിട്ട് ആളങ്ങ് സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു. ഒരുപാട് നേരം വാശി പിടിച്ചിട്ടുമില്ല, കാരണം നല്ല ഉറക്കത്തിലായിരിക്കും, ഓൾറെഡി വയറ് നിറഞ്ഞിട്ടുണ്ടാവും. എങ്കിലും അവർക്കൊരു കംഫർട്ടിന് വേണ്ടിയിട്ടായിരിക്കും അവർ പിന്നെയും പിന്നെയും പാല് കുടിക്ക് വേണ്ടിയിട്ട് വരിക. അപ്പൊ ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് കിടത്തി ഉറക്കുന്ന ആ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ടിട്ട് അത്രത്തോളം ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പൊ എൻ്റെ ഒരു കാര്യത്തിൽ കുഞ്ഞിന് ഉച്ചയ്ക്ക് ഉറക്കം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തിന് കുഞ്ഞിന് പാല് കുടിക്കാൻ ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ആദ്യം തുടക്കത്തിൽ ഞാനത് കൊടുക്കില്ല എന്ന് പറഞ്ഞു, തീർന്നു പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ദിവസം ഒന്നും ആൾ സമ്മതിച്ചില്ല, നല്ല കരച്ചിലും ബഹളമായിരുന്നു. പക്ഷെ രണ്ടാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് ആൾക്ക് മനസ്സിലായി. എന്നോട് ഇങ്ങോട്ട് വന്ന് ചോദിക്കും, മമ്മി പാപ്പു ഫിനിഷ്ഡ് എന്ന് ചോദിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ പറയും. അപ്പോൾ അങ്ങനെ ആള് പിന്നെ 3-ാമത്തെ ദിവസം തന്നെ ആളത് നിർത്തി. പിന്നെ ആൾ എന്നോട് ചോദിക്കുന്നില്ല. ഉച്ചയ്ക്ക് ഞാൻ കൊണ്ട് കിടത്തുമ്പോഴത്തേക്കും എന്നെ കൂടെ കിടക്കും, കുറെ പാട്ടൊക്കെ പാടി നല്ല രീതിയിലൊക്കെ ഇരുന്നിട്ട് ആള് അതങ്ങ് നിർത്തും. അപ്പൊ ഈ രാത്രിയിലുള്ള നിങ്ങളുടെ ഒരു കുഞ്ഞിന്റെ ഒരു ഉറക്കത്തിലുള്ള ഒരു പാലുകുടിയാണ് നമുക്ക് നിർത്താൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം. അപ്പൊ അതിന് നിങ്ങൾ ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ഇതുപോലെ എന്തെങ്കിലും നിങ്ങൾ കണ്ടുപിടിക്കുക. അമ്മയോടോ അല്ലെങ്കിൽ ഹസ്ബൻഡിനോടോ ഒക്കെ ഒന്ന് കുഞ്ഞിനെ ഉറക്കാൻ പറയുക. അപ്പൊ ആ ഒരു ടൈമിൽ കുറച്ച് ദിവസം ആകുമ്പോഴത്തേക്കും കുഞ്ഞിന്റെ ആ ഒരു രാത്രിയുള്ള ഒരു ഹാബിറ്റ് അങ്ങ് മാറും. പിന്നെ പയ്യെ പയ്യെ കുഞ്ഞ് മറ്റ് ഫുഡിലൊക്കെ ഓൾറെഡി അവന് ആവശ്യമുള്ള പോഷകങ്ങളെല്ലാം കിട്ടുന്നത് കുഞ്ഞിന് മറ്റ് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. വളരെ പെട്ടെന്ന് നമ്മൾ അമ്മയിൽ നിന്ന് പിടിച്ചു മാറ്റി കുഞ്ഞിനെ എടുക്കുന്നു എന്നുള്ള പോലത്തെ ഒരു പ്രോബ്ലം അവന് ഉണ്ടാവില്ല. അതുപോലെ തന്നെ അമ്മയുടെ ആരോഗ്യത്തിനും ഇത് വളരെ നല്ലതാണ്. കാരണം പെട്ടെന്ന് ഒരു ദിവസം പാല് കൂടി നിർത്തുമ്പോൾ ബ്രസ്റ്റ് വീർത്ത് വരികയും ബ്രസ്റ്റിൽ പാല് വന്ന് അടിഞ്ഞുകൂടി ബ്രസ്റ്റിൽ പല
നീർക്കെട്ടൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത് നീർക്കെട്ടുണ്ടായി പിന്നെ അത് ഇൻഫെക്ഷൻ ആവുകയും അമ്മയ്ക്ക് പനി വരികയും കുറച്ച് മറ്റുള്ള ഒരു കണ്ടീഷൻസിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ഈ ഗ്രാജുവലി പാല് കൂടി നിർത്തുന്നതിനുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അമ്മയുടെ ബോഡിയിലുള്ള പാലിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു വരികയും അങ്ങനെ തന്നെ അപ്പൊ പാല് വന്ന് ബ്രസ്റ്റിൽ കെട്ടി നിൽക്കില്ല, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അമ്മയ്ക്ക് ഉണ്ടാവില്ല. പിന്നെ ഈവൻച്വലി കുഞ്ഞിനെ പാല് കൊടുക്കാതെ തന്നെ ഒരു 3-4 ആഴ്ചക്കുള്ളിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് പാലിന്റെ പ്രൊഡക്ഷൻ നിൽക്കുകയും അമ്മയ്ക്ക് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അതുപോലെ തന്നെ മാനസിക പ്രശ്നം, കുഞ്ഞിനെ നമ്മുടെ കയ്യിലുള്ളൊരു ബോണ്ടിങ്ങും അങ്ങനെ ഇങ്ങനെയും, പിന്നെ അവൻ ഇതുപോലെ കരഞ്ഞു വിളിച്ച് എപ്പോഴും പാല് വേണം എന്ന് ചോദിക്കില്ല, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, കയ്പുനീരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങളോ ഉപയോഗിച്ചിട്ട് ഒറ്റ ദിവസം കൊണ്ട് കുഞ്ഞിന്റെ പാല് കൂടി നിർത്തുന്നത് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കുഞ്ഞിന് നിങ്ങളുടെ അടുത്തുള്ള ഒരു ബോണ്ടിങ്ങിന് പ്രശ്നമുണ്ടാവും, അല്ലെങ്കിൽ അവൻ്റെയും നിങ്ങളുടെയൊക്കെ ആരോഗ്യത്തിനെയും ഇത് ബാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്തരത്തിലൊരു കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കുഞ്ഞിൻ്റെ പാല് കൂടി നിർത്താനും നിങ്ങൾക്ക് കുഞ്ഞിനും നല്ലൊരു ആരോഗ്യത്തിലേക്ക് നിൽക്കാനും പറ്റും. അപ്പൊ ഇന്ന് തന്നെ നിങ്ങൾ കുട്ടികൾ എത്ര തവണ ഡെയിലി പാല് കുടിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഗ്രാജുവലി അതിന് കുറച്ച് നിങ്ങൾ അതിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, ഏതൊക്കെ സമയത്തുള്ള പാല് കൂടി നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം കൃത്യമായി നോട്ട് ചെയ്ത് മനസ്സിലാക്കുക. ഇത്തരത്തിൽ നമുക്കത് ഫ്രീക്വൻസി കുറയ്ക്കാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മറ്റുള്ള അമ്മമാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക.